ഇന്ന് അല്പനേരം നമുക്ക് ദൈവവചന ചിന്തയായിട്ട് സമയം വേർതിരിക്കാം. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ദൈവം സഹായിച്ച് ഇവിടെ വരാനായിട്ട് പറ്റി. ആ സമയങ്ങളിൽ സംസാരിച്ച ദൈവവചനം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, രക്ഷ അതിൻ്റെ ഒരു 3 തലങ്ങൾ ആണ് അന്ന് സംസാരിച്ചത്. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പം അതിൻ്റെ 3 തലങ്ങൾ. അപ്പം അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ്, ദേഹി, ദേഹം, അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെയാണ് ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ വീണു പോയപ്പോൾ ആത്മാവിൽ നിന്ന് ദൈവത്തിന്റെ ജീവൻ പോവുകയും അവന്റെ ജീവിതത്തിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടു പോവുകയും അവനൊരു ജഡീക മനുഷ്യനായി തീരുകയും ചെയ്തു. പാപം നിറഞ്ഞ, സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്ന, സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായി തീരുകയും ചെയ്തു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ആദ്യത്തെ കഴിവ് അവിടെ വെളിപ്പെട്ടു വന്നു. എന്താ? ആദ്യത്തെ സ്റ്റിച്ചിങ് സെന്റർ അവര് തന്നെത്താൻ എന്ത് ചെയ്തു? ഒരു ഉടയാടയൊക്കെ ഉണ്ടാക്കി തുന്നി അവരുടെ നാണം മറച്ചു. അപ്പം അങ്ങനെ മനുഷ്യൻ വീണുപോയി, ദൈവത്തിൽ നിന്ന് വീണു പോയപ്പം മനുഷ്യന്റെ 3 തലങ്ങളും, ദേഹം, ദേഹി, ആത്മാവിൽ അത് എഫക്റ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ രക്ഷയുടെ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ 3 തലങ്ങളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പം യേശുക്രിസ്തുവിനാൽ നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പം അത് എഫക്റ്റ് ചെയ്യുന്നത് ഈ 3 തലങ്ങളിലാണ്. ആത്മാവിലും ദേഹിയിലും ദേഹത്തിലുമാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ നമുക്ക് പറ്റിയെങ്കിൽ അത് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ കാര്യമാണ്. പുറത്തുനിന്നുള്ള ആളുകൾക്ക് നമ്മളെ നോക്കുമ്പം കുറെ ഭോഷന്മാര് അങ്ങനെ ചിന്തിക്കുമെങ്കിൽ, ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പം പുത്രനെ ചുംബിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ ബഹുലമായ കാര്യമാണ് ഒരാളുടെ ജീവിതത്തിൽ. അങ്ങനെ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പം നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് അവിടെ നടക്കുന്നത്. കാരണം നമ്മുടെ ആത്മാവിൽ എന്തില്ലായിരുന്നു? ജീവനില്ലായിരുന്നു. നമ്മളിൽ എന്ത് ജീവൻ ഉണ്ടായിരുന്നു? സ്വന്തം ജീവൻ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ജീവൻ നമ്മളില്ലായിരുന്നു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്, എൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നു. അങ്ങനെ എൻ്റെ ആത്മാവിന് എന്തുണ്ടായി? ജീവൻ ഉണ്ടായി. അത് മാത്രമല്ല, എൻ്റെ ആത്മാവിന് ജീവൻ ഉണ്ടാകുക മാത്രമല്ല അപ്പോൾ സംഭവിച്ചത്, എൻ്റെ ആത്മാവിൽ ദൈവം വസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? വെറും പാപിയായിരുന്ന, പാപം മാത്രം ചെയ്തുകൊണ്ട് നടന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് ഇച്ചിരി പാടുള്ള പരിപാടി. ഇതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടല്ലോ, നമ്മുടെ ഇന്റലക്ച്വൽ കഴിവ് വെച്ചിട്ട് നമ്മൾ ദൈവത്തെ പിടിക്കാൻ നോക്കിയാൽ നമ്മൾ എവിടെയും എത്തൂല. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. ദൈവം ആത്മാവായിട്ട് മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, ആത്മാവിനെ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അവകാശത്തിന്റെ അച്ചാരം.
അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അച്ചാരം എന്ന് പറയുന്നത് എന്താ? അച്ചാരം, നമ്മളൊരു സ്ഥലം മേടിക്കുവാണെങ്കിൽ നമ്മൾ അച്ചാരം കൊടുക്കുന്ന പറഞ്ഞ പഴയ മലയാളമാണ്. പഴയ ആൾക്കാർക്ക്, പുതിയ ആൾക്കാർക്ക് ഈ അച്ചാരം എന്ന് പറഞ്ഞത് എന്താന്ന് പിടികിട്ടില്ല. അഡ്വാൻസ് അല്ലേ? നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്തു, ഒരു വലിയ തുക അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നായാലും നമ്മൾ ബാക്കി പൈസയും കൂടെ കൊടുത്ത് എന്ത് ചെയ്യും? ആ സ്ഥലം വാങ്ങിക്കും. അപ്പം നമ്മുടെ വീണ്ടെടുപ്പില് ദൈവം ചെയ്ത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് തന്ന് നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്തു. ഈ ആത്മാവിന്റെ വീണ്ടെടുപ്പില് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു പ്രത്യാശയാണ്. വീണ്ടും ജനിക്കുമ്പോൾ ശരിക്കും നമുക്ക് കിട്ടുന്നത് ഭയങ്കരമായ ഒരു പ്രത്യാശയാണ്. ഈ പ്രത്യാശ എന്താണെന്നറിയാവോ? ഈ പ്രത്യാശ എന്ന് പറയുന്നത് എന്താ? ഈ പ്രത്യാശ എന്താ? ഈ ആശ നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് പ്രാർത്ഥിക്കുക, വിളിയാലുള്ള ആശ ഇന്നതെന്നും. അത് വിളിയാലുള്ള ആശ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആഗ്രഹമാക്കും. ആഗ്രഹമല്ല, പ്രത്യാശ, വിളിയാലുള്ള പ്രത്യാശ. ദൈവം നിങ്ങളെയും എന്നെയും എന്തിനാണ് വിളിച്ചത് എന്നുള്ള ഒരു ബോധ്യം. വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും. ഇപ്പൊ വിളിയാലുള്ള ദൈവത്തിന്റെ ഇഷ്ടം, നമ്മളെയൊക്കെ ദൈവം എന്തിനാ വിളിച്ചേക്കുന്നതെന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം. പണ്ടുകാലത്ത് നമ്മൾ ഈ വാക്യം വ്യാഖ്യാനിക്കുമ്പോ എങ്ങനെയാ വ്യാഖ്യാനിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളൊക്കെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആയിരിക്കാം. ചിലപ്പം വീട്ടിലെ ഹൗസ് വൈഫ് ആയിരിക്കാം, എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കാം, എന്തെങ്കിലും ഏതൊക്കെയൊക്കെ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ നമ്മുടെ മാനുഷികമായ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക, വലിയ ജോലി കിട്ടുക, വലിയ ബിസിനസ്സിൽ വലിയ ഉയരങ്ങൾ കീഴടക്കുക, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന പ്രൊഫഷനിൽ വലിയ വലിയ അച്ചീവ്മെന്റ്സ് നേടുക. അപ്പൊ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ ഈ വാക്യമൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം. മാത്രമല്ല, ഇങ്ങനെ അടിക്കുന്നവരും ഉണ്ട്. ഏത്? ദൈവമേ, എന്നെ എന്തിനാ നീ വിളിച്ചത്? എന്നെ ഒരു പ്രസംഗകനാകാനാണോ? ഇപ്പൊ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാന്ന് വിചാരിച്ചു, ഇവിടെ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെയും പ്രാർത്ഥിക്കാം, ദൈവമേ എന്നെ നല്ല ഒരു പ്രസംഗകനാകാനായിട്ടാണോ നീ വിളിച്ചത്? അങ്ങനെ ചിന്തിക്കാൻ പാടില്ലേ? അല്ല, എന്നെ ഒരു സയന്റിസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ വിളിച്ചത്? വിളിയാനുള്ള ആശ എന്നാണല്ലോ കിടക്കുന്നത്. ഞാൻ എവിടെ കിടന്ന ഇപ്പം ഞാൻ എവിടെയാ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാം. ഈ ആശ ഒരു പ്രശ്നമാണ്, പക്ഷെ അത് പ്രത്യാശയാ. ദൈവം നമ്മളെ വിളിച്ചപ്പോൾ ദൈവം നമുക്ക് തരുന്ന പ്രത്യാശ എന്താണ്? പിന്നെ അടുത്ത് പറയുന്നത് എന്നാ? വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും. അവന്റെ അവകാശത്തിന്റെ മഹിമാതനം. അപ്പം നിങ്ങൾക്ക് ഒരു അവകാശം തരുവാന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിള്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും 1000 ഏക്കർ വെച്ച് സ്ഥലം ഞാൻ എഴുതി തരാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അറിയില്ല, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സാധാരണക്കാരെ പോലെ 1000 ഏക്കർ സ്ഥലമുള്ള ആളെ പോലെ ഒന്നും അല്ല, ചുമ്മാ സാധാരണ പോലെ ഇങ്ങനെ പഴങ്കഞ്ഞി കുടിച്ചാലെ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഞാൻ ചിന്തിക്കും, ഇത്രയും വാല്യൂ ഉള്ള സ്ഥലത്തിന്റെ ഉടമയാ, എന്നിട്ട് ഇരിക്കണ ഇരിപ്പ് കണ്ടോ? ഞാൻ അവകാശം തന്നുവെങ്കിലും ഈ അവകാശം എന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ, അതിന്റെ മഹിമാതനം എന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ കാര്യമുള്ളൂ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്.
അപ്പൊ വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇപ്പൊ ഈ അപ്പസ്തോലൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഇത് അപ്പസ്തോലൻ വെളിപ്പെടുത്തിയില്ല. ഇനി നമുക്കിതിങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പിടിക്കുമായിരിക്കും എന്നാ നമ്മൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നേ. പക്ഷെ അല്ല. അപ്പസ്തോലൻ 1-ാം അധ്യായം ഈ 1-ാം വാക്യം മുതൽ പറഞ്ഞു വരുന്നത് എന്നാന്നാ? ഇതാ പറഞ്ഞു വരുന്നത്. എന്താണ് ഈ സ്വർഗീയ അനുഗ്രഹം? ദൈവം നമ്മളെ മുന്നമേ വിളിച്ചു, ദൈവം നമുക്ക് അവകാശം തന്നു, ദൈവം നമുക്ക് പുത്രത്വം തന്നു, ദൈവം നമുക്ക് ക്രിസ്തുവേശുവിൽ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ചു. ഇതെല്ലാം പറഞ്ഞു വന്നിട്ടാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാകുമായിരുന്നെങ്കിൽ. ഇതൊക്കെ നമുക്ക് മനസ്സിലാകണ്ടേ? ഇപ്പൊ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്ന കാര്യം നമ്മളുടെ ബുദ്ധിയിൽ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് നമുക്ക് ആത്മാവിനാൽ എന്ത് ചെയ്യണം? വെളിപ്പെട്ടു വരണം. എങ്കിൽ മാത്രമേ നമ്മളിൽ അത് എന്തായി തീരുള്ളൂ? ജീവനായി തീരുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീണ്ടെടുപ്പ്, നമ്മുടെ രക്ഷ നമ്മുടെ ആത്മാവിൽ മാത്രമല്ല, അത് നമ്മുടെ ദേഹിയിലും ദേഹത്തിലൂടെ വെളിപ്പെട്ടു വരുന്നതാണ്. അപ്പൊ ഈ രക്ഷ എന്ന് പറയുമ്പം അതിന്റെ അടുത്ത തലം എന്ന് പറയുന്നത് നമ്മുടെ ദേഹിയിലാണ്. അതിനെ ആണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വിശുദ്ധീകരണം, നമ്മുടെ ദേഹിയുടെ വിശുദ്ധീകരണം. അപ്പൊ ദേഹിയും ദേഹവും കൂടെ ചേർന്ന് ഒരു യൂണിയൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക. ഇപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഞാൻ അനേക വർഷങ്ങൾ പാപത്തിന്റെ കഠിനമായ ബന്ധനത്തിലായിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് പല പാപങ്ങളിൽ നിന്നും പുറത്തു വരണമെന്ന്. പക്ഷെ വരാൻ പറ്റുന്നില്ല. ഈ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? കൊത്തിയ പാമ്പ് കേട്ടിട്ടുണ്ടോ? കടിച്ചേ പോവുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല നിങ്ങള്? അതായത് ചില പാപ സ്വഭാവങ്ങൾ നമ്മൾ ഇന്ന് പോകൂല. അപ്പൊ നമ്മൾ ഓർക്കും, ഇതന്നെ ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചതാ, ഞാൻ എന്തുമാത്രം ഉപവസിച്ചതാ, ഇനി എന്റെ കുഴപ്പമാണോ? ഇനി കുറച്ചുകൂടെ ആത്മാവിനെ കിട്ടിയാൽ, അല്ലെ, കുറച്ചുകൂടെ ആത്മാവിനെ കിട്ടിയാൽ, ഇനി കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആകാൻ പറ്റുമോ? അപ്പൊ ഇനി എവിടെയെങ്കിലും പകർച്ച എവിടെയാ ഉള്ളത്? പകർച്ച മനസ്സിലായോ? ഇനി ആ പകർച്ച ഉള്ള സ്ഥലം എവിടാന്ന് നമ്മൾ നോക്കി കിടക്കും. അവിടെ പോയി നമ്മൾ കുറച്ച് പകർന്നെന്ന് വിചാരിച്ചോ, വീണ്ടും ഈ ശങ്കരന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ശങ്കരന്റെ പ്രത്യേകത? ശങ്കരൻ വീണ്ടും തെങ്ങയിലായിരിക്കും. ഈ ശങ്കരന് തെങ്ങയെന്ന് ഇറങ്ങുന്ന പരിപാടി ഇല്ല. ഈ ശങ്കരൻ ആരാന്നറിയോ? അറിയത്തില്ലേ? നമ്മുടെ പഴയ മനുഷ്യൻ. ഈ പഴയ മനുഷ്യൻ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടത്? പഴയ മനുഷ്യൻ അതൊന്ന് നോക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം. അതിന്റെ 17 മുതൽ ഒന്ന് വായിക്കുകയാണെങ്കിൽ, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്ന എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു.
ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ അല്ല പഠിച്ചത്. അപ്പൊ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ. അപ്പൊ യേശുവിൽ എന്തുണ്ട്? യേശുവിൽ എന്തുണ്ട്? സത്യമുണ്ട്. യേശുവിൽ എന്തുണ്ട്? സത്യമുണ്ട്. യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ അപ്പം ഒരു ഉപദേശമുണ്ട്. യേശുവിൽ സത്യമുണ്ട്, അതിനകത്തൊരു ഉപദേശവും ഉണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ അല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. അപ്പോ ഈ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ വന്നാൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ വന്നാൽ നമ്മൾ കുറച്ച് കഴിയുമ്പം ഈ പ്രാർത്ഥനയൊക്കെ കൂടി നമ്മൾ കുറെ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്കങ്ങ് ബെറ്റർ ആകാം, കുറച്ചുകൂടി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ കുറച്ചുകൂടെ നന്നാവും. ഇപ്പൊ എനിക്ക് കുറച്ച് ക്ഷമിക്കാൻ പറ്റാത്ത സ്വഭാവമുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത സ്വഭാവമുണ്ട്, ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട്, എന്ത് കണ്ടാലും കുറ്റം പറയുന്ന സ്വഭാവമുണ്ട്, താഴാൻ പറ്റുന്നില്ല, മറ്റൊരാളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇച്ചിരിയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയാവും, അല്ലെ? കുറച്ചുകൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയാവും. കുറച്ചുകൂടെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ ഓക്കെ ആവും. അങ്ങനെ അങ്ങനെ അങ്ങ് ചിന്തിക്കും. ഇച്ചിരിയോടെ ഒരു വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, ഈ വിടുതൽ ശുശ്രൂഷ നല്ലതാ. ഇങ്ങനെയുള്ള വിടുതൽ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് എന്തിനാ വിടുതൽ ശുശ്രൂഷ? എന്തിനാ വിടുതൽ ശുശ്രൂഷ? എന്തിനാ? നമുക്ക് നന്നാവാൻ വേണ്ടിയല്ലേ? അല്ലേ? അപ്പൊ വിടുതൽ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് കുറച്ച് ബെറ്റർ ആവാം. ശങ്കരനെ മറക്കരുത് നമ്മള് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ കുറച്ചൊക്കെ ബെറ്റർ ആയി, അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി, കുറച്ചൊക്കെ ബെറ്റർ ആയെന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ശങ്കരൻ തെങ്ങെ തന്നെ ഇരിക്കുന്ന കാര്യം. ഞാൻ എൻ്റെ കാര്യമാണ് പറയണേ, മനസ്സിലാവുന്നേ. അപ്പൊ എന്നാന്നറിയോ, നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ വചനം എല്ലാവർക്കും അറിയാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. പിന്നെ അവിടം വിട്ടിട്ട് നമ്മുടെ സ്വയത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നെ കൂടാതെ എന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം? യേശു മരിക്കുന്നതിന് മുമ്പല്ലേ പറഞ്ഞേ, അല്ലേ? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോ ഇപ്പൊ യേശു ഉണ്ടോ? ഇപ്പൊ യേശു നമ്മുടെ അടുത്തുണ്ടോ? മീൻസ് ഞാൻ അങ്ങനെ ശരീരത്തിലുണ്ടോ? ഇല്ല. പിന്നെ വാഗ്ദത്തം പറയുന്നുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുമ്പോ അവരുടെ നടുവിൽ വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ശരി, അതും ഞാൻ സമ്മതിച്ചു. അപ്പൊ ഈ യേശുവിനെ കൂടാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം എന്താന്ന് യോജിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അകത്ത് ഒരു ക്രിസ്തു വന്നിട്ടുണ്ട്. ഇവിടെ വന്നതുപോലെ നമ്മുടെ അകത്തുണ്ട് ക്രിസ്തു. ഉണ്ടോ? നമ്മുടെ അകത്ത് ക്രിസ്തു ഉണ്ടോ? അതല്ലേ കൊളോസ്യ ലേഖനം പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെയാ ഇരിക്കുന്നേ? അതൊക്കെ ചുമ്മാ വായിച്ചിട്ടല്ലേ ഉള്ളൂ നേരത്തെ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. നിങ്ങളിലേക്ക് നോക്കി ഉണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നമ്മളിൽ ക്രിസ്തു ഉണ്ടോ? നമ്മുടെ സ്വഭാവം തന്നെ നോക്കിയാൽ മതിയല്ലോ. പക്ഷെ ക്രിസ്തു ഉണ്ട്. പക്ഷേ
ആരാ നമ്മൾ ജീവിക്കുന്നേ? നമ്മുടെ പഴയ മനുഷ്യൻ. അപ്പൊ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു അഴകുഴഞ്ചൻ അല്ലെ, അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഒരു അവിയൽ രൂപത്തിൽ ഇങ്ങനെ തുടങ്ങി യാത്ര ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ പൂർണ്ണ സത്യം ഒരിടത്തുനിന്നും കിട്ടൂല. പിന്നെ ഇപ്പൊ മൊബൈൽ ഫോൺ വന്നതോടുകൂടി ഈ തൂക്കലുണ്ടല്ലോ, എങ്ങനെ പറഞ്ഞ ടച്ച്, ഇപ്പൊ പ്രത്യേകിച്ച് ആത്മീയരാണെങ്കിൽ ഏതാ നല്ല ഹെഡിങ് കാണുമ്പം അതേൽ ഇങ്ങനെ തൂത്ത് അതെടുക്കും. അവിടെ നിന്ന് കുറച്ച് പിടിക്കും, ഇവിടെ നിന്ന് കുറച്ച് പിടിക്കും, അവിടെ നിന്ന് കുറച്ച് പിടിക്കും, ഇവിടെ നിന്ന് കുറച്ച് പിടിക്കും. അവസാനം ഏതാ ശരി, ഏതാ സത്യം, ആകെ കൺഫ്യൂഷൻ. അങ്ങനെ ആയിത്തീരും. അവസാനം ഇങ്ങനൊരു നിലവാരത്തിലെത്തും. ഇതിലും ഭേദം അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ ചിന്തിച്ചവരുണ്ടോ? ഇതിലും ഭേദം മറ്റെവിടത്ത് തന്നെ ആയിരുന്നു. അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഈ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ കൂടാതെ കഴിയില്ല. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന എന്താണ്? ഈ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി, ഒന്ന് പയ്യെ ഒന്ന് നോക്കിക്കുക വചനത്തിലേക്ക്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച, അപ്പൊ പുതുക്കം പ്രാപിച്ചു, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പ്രശ്നം തീർന്നു. പ്രശ്നം തീർന്നു. അപ്പം നമ്മളോട് പറഞ്ഞത് എന്നാ? ഒന്ന് ഉപേക്ഷിക്കാൻ, രണ്ട് ധരിക്കാൻ. അപ്പൊ എങ്ങനെ ഉപേക്ഷിക്കും? എങ്ങനെ ധരിക്കും? ഇതറിഞ്ഞ പ്രശ്നം തീർന്നു അല്ലേ? ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ള സാധനം ഉപേക്ഷിക്കാൻ പറയുക. ഇപ്പം പഴയ മനുഷ്യനെ, ഇപ്പൊ പഴയ മനുഷ്യൻ നിങ്ങളുടെ പഴയ ബനീനാന്ന് കൂട്ടിക്കോ. അപ്പൊ ഉപേക്ഷിക്കാൻ എളുപ്പമല്ലേ? ഊരി അങ്ങ് കളഞ്ഞാൽ മതി. ധരിക്കാനാണെങ്കിലോ? ഈ ധരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ആ ധരിക്കുക എന്നുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നേ. അപ്പൊ ഉപേക്ഷിക്കുക, ധരിക്കുക. എങ്ങനെ, എന്ത് ധരിക്കാനാ പറയണേ? സത്യത്തിന്റെ, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ ഇതാണ് സംഗതി. ഇതാണ്, ഇത്രയേ ഉള്ളൂ ഈ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ. ഈ ഉപേക്ഷിക്കുന്നതും ഈ ധരിക്കുന്നതുമാണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ. വളരെ ലളിതമായി പറഞ്ഞാൽ, ഇതിലും ലളിതമായി പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പം വിശുദ്ധീകരണത്തിൽ, നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വിശുദ്ധീകരണത്തിൽ ഉപേക്ഷണം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? ഉപേക്ഷണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെങ്കിലും വളരെ പ്രീഷ്യസ് ആയ സാധനങ്ങൾ, വളരെ വിലയേറിയ, നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ ഉപേക്ഷിക്കുക. ഇപ്പൊ എനിക്ക് മീശ ഉണ്ടല്ലോ, എൻ്റെ മീശ വടിക്കുക, അങ്ങനെയുള്ള വസ്ത്രം, ഓർണമെന്റ്സ്, ഇതിനെയാണ് പലപ്പോഴും വിശുദ്ധീകരണം എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പക്ഷെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് പഴയ മനുഷ്യന്റെ ഉപേക്ഷണമാണ്, പുറമേ ഉള്ള എന്തെങ്കിലും ഉപേക്ഷണമല്ല.
പുറമേ നിങ്ങൾ എന്തുമാത്രം എന്താ പറയുക, നിങ്ങളെ ശരീരം എന്താ എന്ത് എന്ത് കൊടുത്താലും, ചുടാൻ കൊടുത്താലും, ശരീരത്തെ പീഡിപ്പിച്ചാലും അത് ശങ്കരൻ തന്നെയാ. അപ്പൊ ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണമെങ്കിലും പുതിയ മനുഷ്യനെ ധരിക്കണമെങ്കിലും നമുക്ക് എന്തും വേണം? ഒരു അപ്പോസ്തോലിക ഉപദേശം വേണം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും, അപ്പൊ എന്തിന്റെ ദാസന്മാരായിരുന്നു? പാപത്തിന്റെ ദാസന്മാരായിരുന്നു. ഈ പ്രശ്നം പാപമാണ്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. സംഗതി ഇവിടെ കിട്ടിയോ? അപ്പൊ ഈ പാപത്തിന്റെ ദാസ്യത്വം, പാപം നമ്മളിൽ എന്ത് കൊണ്ടുവരും? പാപം എങ്ങനെയാ ഒരു മനുഷ്യനിൽ വ്യാപരിക്കുന്നേ? മരണത്തിലൂടെയാണ് പാപം വ്യാപരിക്കുന്നത്. അപ്പൊ പാപത്തിന്റെ ദാസ്യത്വം എന്ന് പറയുന്നത് നമ്മളിൽ മരണം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ പുറമേ ഉള്ള ഒരു പ്രവൃത്തിയും പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നോ പുറത്തു വരാൻ കഴിയുന്നതല്ല. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ വിശുദ്ധ അപ്പസ്തോലൻ ഇത് പറയില്ലായിരുന്നു. കാരണം ന്യായപ്രമാണം നിമിത്തം പുള്ളി ആരായിരുന്നു? അനിന്യനായിരുന്നു. അപ്പൊ പ്രമാണങ്ങൾ എന്ത് ചെയ്തില്ല? രക്ഷിച്ചില്ല. പ്രമാണങ്ങൾ പുള്ളിയെ പാപി എന്ന് മുദ്ര കുത്തിയേ ഉള്ളൂ. അപ്പം നമ്മുടെ സോളിൽ, നമ്മളിൽ സ്വയത്തിൽ ഒരു വിശുദ്ധ ജീവിതം നടത്താൻ പോകുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കും? ഒരു പ്രമാണത്തിൽ എത്തി നിൽക്കും, ഒരു സ്വന്തം നീതിയിൽ എത്തി നിൽക്കും. അത് എന്തു കൊണ്ടുവരില്ല? ജീവൻ കൊണ്ടുവരില്ല. അപ്പൊ നമ്മൾ ഇവിടെ വായിക്കുന്നത് എന്താ? എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ആ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മളെ നീതിയുടെ ദാസന്മാരാക്കി മാറ്റും. നീതി ആരാ? നീതി നമ്മൾ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ നീതി നമ്മളിലൂടെ വെളിപ്പെട്ട് വരും. ക്രിസ്തുവിനെ പോലെ ആകും. ക്രിസ്തു ചെയ്ത പ്രവർത്തികൾ നമ്മളിലൂടെ വെളിപ്പെട്ട് വരും. എങ്ങനെ? ഈ ഉപദേശ രൂപം നമുക്ക് മനസ്സിലായാൽ. ഇനി ലളിതമായ ഉപദേശ രൂപത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് നീതിക്ക് ദാസന്മാരായി തീർന്നത്? ഓൾറെഡി നമ്മൾ വിശ്വസിച്ചപ്പോൾ ദൈവം നമ്മളെ രക്ഷിച്ചത് പുത്രന്റെ നീതി തന്നോണ്ടാ. ഈ രക്ഷ ഒരാൾക്ക് കിട്ടണമെങ്കിൽ, കോടതിയുടെ ഈ കൂട്ടിൽ നിന്ന് ഒരാൾ പുറത്തു വരണമെങ്കിൽ ജഡ്ജി അയാളെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കണ്ടേ?
അപ്പൊ നമ്മളെല്ലാരും ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ആരാണ്? പാപികളാണ്. നമ്മളെല്ലാരും പാപികളല്ലേ? അപ്പൊ നമ്മളെല്ലാരും പാപികളായിരിക്കെ നമുക്ക് എന്ത് കിട്ടണം? നീതി കിട്ടണം. നീതി എന്താ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ദൈവം എന്നെ, അങ്ങനെ ദൈവം ചെയ്ത ദൈവം നീതിമാനാണോ? ദൈവം നീതിമാനാണോ? ഇപ്പം ജോർജ് ബ്രദർ തെറ്റ് ചെയ്തു, ഞാൻ ദൈവമാണെന്ന് വിചാരിച്ചോ? ഞാൻ പറയുവാണ്, തെറ്റ് ചെയ്താൽ ജോർജ് ബ്രദർ മരിക്കും. ജോർജ് ബ്രദർ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജോർജ് ബ്രദർ പറയാം, ആ പൊക്കോ, ഞാൻ നല്ല ദൈവമാണോ? പറഞ്ഞ പോലെ ചെയ്യുന്ന ദൈവമാണോ? അല്ലല്ലോ. ഞാൻ പൊക്കോളാൻ പറഞ്ഞില്ലേ? അപ്പൊ ദൈവം വിധിക്കുമ്പോൾ നീതിമാനായിരിക്കണം. ദൈവം പറഞ്ഞതുപോലെ ചെയ്യണം. അപ്പൊ പാപിയെ, എന്നെയും നിങ്ങളെയും ദൈവം നീതിമാനെന്ന് വിളിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? രക്ഷ കിട്ടുള്ളൂ. ഈ സങ്കീർത്തനം 32 എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 32 എഴുതിയിട്ടുള്ള കാര്യം ഇതാണ്. സങ്കീർത്തനം 32 എഴുതിയിരിക്കുന്ന യഹോവ, ആ വാക്യം സങ്കീർത്തനം 31:1 ആ വാക്യം ഒന്നെടുത്ത്. ആത്മാവിൽ കപടം ഇല്ലാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ള ആ ആ അപ്പൊ ദാവീദ് റോമർക്കെഴുതിയ ലേഖനത്തിൽ ആ വാക്യം പറഞ്ഞേക്കുവാണ്. ദാവീദ് പറയുവാണ്, യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം അകൃത്യം കണക്കിടാത്ത മനുഷ്യനാണ് ഭാഗ്യവാൻ. എനിക്കും നിങ്ങൾക്ക് ഒഴിവൊഴിവുണ്ടോ? ഇല്ല. ആത്മാവിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇത് കാണുക, ദൈവം അകൃത്യം കണക്കിടുന്നില്ല. അപ്പൊ ദൈവം എന്നെയും നിങ്ങളെയും നീതിമാൻ എന്ന് വിളിക്കുന്നത് പുത്രന്റെ മേൽ ഈ ശിക്ഷ എല്ലാം വെച്ചു കൊടുത്ത, എന്റെ പകരക്കാരനായി എന്റെ സ്ഥാനത്ത് ദൈവത്തിന്റെ സകല നിയമങ്ങളും അനുസരിച്ച്, ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ച് അത് പൂർത്തിയാക്കിയപ്പോൾ ക്രിസ്തുവിന് കൊടുത്തു. എന്ത്? ദൈവം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം പ്രസാദിച്ചത് ഒരേ ഒരാളിൽ മാത്രമേ ഉള്ളൂ. ആരില്ല? യേശുവില്. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്നാന്ന് ചോദിച്ചു. എന്നാ? തന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ്. അതാ പ്രവൃത്തി കേട്ടോ, വിശ്വസിക്കുന്ന ആ പ്രവൃത്തി. അതിനകത്തുണ്ട് എന്തുണ്ട്? പ്രവൃത്തി ഉണ്ടെന്ന്. അതിനകത്ത് പ്രവൃത്തി ഉണ്ടാവും. അപ്പൊ അങ്ങനെ യേശുവിന്റെ നീതി, അങ്ങനെയല്ലേ നമ്മള് റോമാലേഖനം 4-ാം അധ്യായത്തിൽ കാണുന്നേ? റോമാലേഖനം 4-ാം അധ്യായം, റോമാലേഖനം ഒരു പ്രശ്നമാണല്ലോ. റോമാലേഖനം 4-ാം അധ്യായത്തില് നമ്മള് കാണുന്നൊരു വാക്യം ഏതാ? അതുകൊണ്ട് അവസാനം 21-ാമത്തെ 23-ാമത്തെ വാക്യം, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. അപ്പൊ യേശുവിനെ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ദൈവം നീതി കണക്കിട്ടു. യേശുവിന്റെ നീതിയാണ് എനിക്ക് കണക്കിട്ടത്. അങ്ങനെ എന്നെ ദൈവം എന്താക്കി തീർത്തു? നീതിമാൻ എന്ന് വിളിച്ചു. എന്നെ നീതിമാൻ എന്ന് വിളിച്ച് ദൈവത്തിന്റെ മകനും
മകളുമാക്കി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു രക്ഷയുടെ യാത്രയില് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എത്ര മഹത്തരമാണ്. മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നീതി നമുക്ക് തന്ന് ദൈവം നമ്മളെ നീതീകരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ എന്താക്കി? മക്കള് മാത്രമല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന് മക്കളാക്കി അവൻ വലിയ വാഗ്ദത്തങ്ങളും നൽകി. അതുകൊണ്ട് ഈ ഒരു യാത്രയില് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ പുറമേയുള്ള ശരീരത്തിന്റെ ഉപേക്ഷണമല്ല, അകത്ത് ക്രിസ്തു ഉരുവാകുന്നതാണ്. പഴയ മനുഷ്യന്റെ മരണവും പുതിയ മനുഷ്യന്റെ ധരിക്കലുമാണ്. അത് നടക്കുന്നത് എങ്ങനെയാണ്? ഉപദേശത്തിലൂടെയാണ്. ആ ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തു. ആ ഉപദേശത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ് ഇത് നമ്മളിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം ആ പ്രാർത്ഥന പറഞ്ഞപ്പോൾ അതിനകത്ത് ആ വാക്യമുണ്ട്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം. വിശ്വസിക്കുമ്പോൾ നമ്മളിൽ നടക്കുന്ന എന്താണ്? ഈ ഒരു നമ്മളുടെ രൂപാന്തരമാണ്. നമ്മുടെ പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. ആ പുതിയ മനുഷ്യൻ നമ്മളിൽ വെളിപ്പെട്ട് വരുമ്പോൾ ആ പുതിയ മനുഷ്യനിൽ നിന്നാണ് എന്ത് വരുന്നത്? നീതി വെളിപ്പെടുന്നത്. എന്താ നീതി? സ്നേഹിക്കുക, സ്നേഹമാണ്. അതിന്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ആൻസർ സ്നേഹമാണ്. അത് പുതിയ മനുഷ്യനിൽ നിന്നാണ് നമ്മളിൽ വെളിപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യന്റെ ഉപേക്ഷണവും പുതിയ മനുഷ്യൻ നമ്മളിൽ വളർന്നു വരുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്, അല്ലാതെ ഉപേക്ഷണം മാത്രമല്ല. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിൽ ബലപ്പെടുവാനിടയായിത്തീരും. ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമ്മളിൽ ഉളവായി തീരുവാൻ ഇടയായിത്തീരും. അങ്ങനെ നമ്മള് ഈ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് നീതിയുടെ ദാസനായി തീരണമെങ്കിൽ ക്രിസ്തു നമ്മളിൽ ഉരുവാകാതെ, ക്രിസ്തു നമ്മളിൽ വളരാതെ നീതിയുടെ ദാസനാകാൻ പറ്റുമോ? നാം പറ്റത്തില്ല. അത് വിശ്വാസത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ അപ്പസ്തോലൻ പറയുന്ന ഒരു കാര്യം, വിശ്വാസത്തിന്റെ ഉപദേശം ആണ് നമുക്ക് ആവശ്യം. അതാണ് നമ്മളിൽ ഈ ക്രിസ്തുവിനെ ഉരുവാക്കി തീർക്കുന്നത്. അതുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരിലും ദിനം പ്രതി ക്രിസ്തുവിനെ ഉരുവാകുവാൻ തക്കവണ്ണം, ക്രിസ്തു വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം പലവിധ സാഹചര്യങ്ങളും ദൈവം അനുവദിക്കും. മരണം അനുഭവിക്കാൻ വേണ്ടി. എന്തിനാ? മരണം അനുഭവിക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ കൂടെ വെളിപ്പെട്ട് വരുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, അല്ലേ? ഗോതമ്പ് മണി ചാകുമ്പോഴല്ലേ പുതിയതുണ്ടാവുന്നേ? പെരക്കകത്ത് വെച്ചാൽ പുതിയ ഗോതമ്പ് മണി ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും. ചത്തുവെങ്കിലോ ധാരാളം വിളവുണ്ടാക്കും. അതുകൊണ്ട് പാപത്തിന്റെ ഈ ദാസ്യത്വത്തിൽ നിന്ന് നീതിയുടെ ദാസ്യത്വത്തിലേക്കുള്ള വളർച്ച വിശ്വാസത്താലാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല.
നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മ സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും, ഈ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. എന്ത് നിമിത്തമാ? നീതി നിമിത്തം. ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. എന്റെ തൊട്ട് താഴെ എഴുതിയേക്കാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്, ആരിൽ വസിക്കുന്ന? നമ്മിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. മരണമുള്ള ഈ ശരീരത്തെ ജീവിപ്പിക്കും. എങ്ങനെ? ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ. ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താൽ. അപ്പൊ വിശ്വാസാൽ എന്ന് പറയുമ്പം വളരെ ലളിതമല്ലേ? പക്ഷെ അത് മർമ്മമാണ്. അതൊരു മർമ്മമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം കൂടുതലായിട്ട് നിങ്ങളെ ക്രിസ്തുവിലേക്ക് വളർത്തുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ.